ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ. ആ അധ്യായത്തിലെ 23 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. നമുക്കൊന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. ഇതിനു മുമ്പ് പറഞ്ഞ ഭാഗങ്ങൾ. യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ധൃതരാഷ്ട്രർക്ക് യുദ്ധം കാണുവാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ യുദ്ധം നേരിട്ട് കാണുന്നതിന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയം തോന്നിത്തുടങ്ങി. ഉറക്കമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ വ്യാസഭഗവാൻ അവിടെ വരികയും യുദ്ധം കാണണമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ആ സമയത്ത് യുദ്ധം നേരിട്ട് കാണാൻ ആഗ്രഹമില്ല, പക്ഷേ കുരുക്ഷേത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാൻ അത്യധികമായ ആഗ്രഹം ഉണ്ട് എന്ന് ധൃതരാഷ്ട്രർ വ്യാസഭഗവാനോട് പറയുന്നു. ധൃതരാഷ്ട്രവും വ്യാസഭഗവാനും തമ്മിലുള്ള ബന്ധം നമ്മൾ ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദിവ്യദൃഷ്ടി സുഹൃത്തായ സഞ്ജയന് കൊടുക്കുകയാണ് വ്യാസഭഗവാൻ. അതിനുശേഷം സഞ്ജയൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആദ്യമായി കാണുന്നത് ദുര്യോധനൻ ദ്രോണാചാര്യരോട് തൻ്റെ ആശങ്കകൾ പങ്കുവെക്കുന്ന ഭാഗമാണ്. അതിനുശേഷം യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുന്ന പാണ്ഡവപക്ഷത്തെയും കൗരവപക്ഷത്തെയും ദ്രോണാചാര്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഭീഷ്മ പിതാമഹനോടുള്ള ഒരു ഇഷ്ടക്കുറവ്, അതല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ് പ്രകടമാക്കുന്ന ഭാഗങ്ങളുമുണ്ട്. അതിനുശേഷം യുദ്ധത്തിന് തയ്യാറാകാനായി എല്ലാവരോടും പറയുന്നു. ഭീഷ്മര് ശംഖു വിളിക്കുന്നു. അങ്ങനെ കൗരവപക്ഷത്തു നിന്നും ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ള അറിയിപ്പ് കിട്ടിയതിന് ശേഷം കൗരവപക്ഷത്തു നിന്നും ശംഖ് മുഴക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഓരോരുത്തരുടെയും ശംഖുകൾ ഏതാണെന്നും എങ്ങനെയാണ് അവർ ശംഖു മുഴക്കിയതെന്നും നമ്മൾ വിശദമായി പഠിച്ചു. അതിനുശേഷം അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ, എന്നോട് യുദ്ധം ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട്? എൻ്റെ പക്ഷത്തുള്ളവരും കൗരവപക്ഷത്തുള്ളവരും ആരൊക്കെയാണ് എന്ന് ഒന്ന് കാണുന്നതിന് വേണ്ടി രഥം 2 സേനകളുടെയും മധ്യത്തിൽ സ്ഥാപിച്ചാലും. ഈ ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി നമുക്ക് 24-ാമത്തെ ശ്ലോകം നോക്കാം. സഞ്ജയ ഉവാച. സഞ്ജയൻ പറയുകയാണ്, ഏവമുക്തോ ഹൃഷീകേശോ ഗൂഢാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വ രഥോത്തമം. ഏവം ഇപ്രകാരം, ഉക്തോ സംബോധന ചെയ്യുക, ഏവമുക്തോ ഇപ്രകാരം സംബോധന ചെയ്യുക. ഹൃഷീകേശോ, ഹൃഷികേശൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഗുഢാകേശേന അർജുനൻ, ഭാരത ഭരത വംശജൻ, സേനയോർ സേനകൾക്ക്, ഉഭയോർ രണ്ടിലും, മധ്യേ മധ്യത്തിൽ, സ്ഥാപയിത്വ സ്ഥാപിച്ചു, രഥോത്തമം ഉത്തമമായ രഥം. ശ്ലോകാർത്ഥം. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്, അർജുനൻ 2 സേനകളുടെയും മധ്യത്തിലായി രഥം നിർത്തൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ 2 സേനകളുടെയും മധ്യത്തിൽ ഉത്തമമായ രഥം സ്ഥാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അല്ലയോ ഭരതവംശ രാജാവേ. ആരാണ് ഭരതവംശ രാജാവ്? ധൃതരാഷ്ട്രർ. നിദ്രയെ ജയിച്ചവനായ അർജുനനാൽ, അതാണ് ഗുഢാകേശേന എന്ന് പറഞ്ഞിരിക്കുന്നത്. നിദ്രയെ ജയിച്ചവനായ അർജുനനാൽ ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട കൃഷ്ണൻ 2 സേനകളുടെയും ഇടയ്ക്കായി ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ എല്ലാ ക്ഷത്രിയന്മാരുടെയും മുമ്പിൽ അർജുനൻ്റെ ശ്രേഷ്ഠമായ രഥം കൊണ്ടുചെന്ന് നിർത്തി. ഇവിടെ അർജുനനെ ഗുഢാകേശേന എന്ന് പറയുന്നുണ്ട്.
അതായത് നിദ്രയെ ജയിച്ചവൻ എന്നാണ് അർത്ഥം. ഉറക്കമില്ലാതെ തപസ്സു ചെയ്യാൻ ശീലിച്ചിട്ടുള്ളവനാണ് അർജുനൻ എന്നൊരർത്ഥവും ഇതിനുണ്ട്. അതുകൂടാതെ അജ്ഞാനമാകുന്ന നിദ്രയെ ജയിച്ചവൻ എന്ന് വേണമെങ്കിലും പറയാം. അർജുനനോടൊപ്പം ഭഗവാന്റെ നിത്യസാന്നിധ്യം ഉണ്ട്. അതുതന്നെ അജ്ഞാന ജയത്തിനുള്ള ഒരു തെളിവായി കാണിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, രഥോത്തമം എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഉത്തമമായ രഥം. മറ്റുള്ളവരുടെ രഥത്തിനൊന്നും ഇത്രയും ഉത്തമ സ്ഥാനമില്ലേ എന്നൊരു ചോദ്യം അവിടെ വരാം. എന്തുകൊണ്ടാണ് അർജുനൻ്റെ രഥം ഉത്തമമാണ് എന്ന് പറഞ്ഞത്? ആ രഥത്തിൽ ആരുടെ സാന്നിധ്യമുണ്ട്? ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 25-ാമത്തെ ശ്ലോകം നോക്കാം. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേദാൻ കുരുനീതി. അർത്ഥം നമുക്ക് നോക്കാം. ഭീഷ്മദ്രോണ പ്രമുഖതഃ എന്ന് പറഞ്ഞത് ആരാണ്? ഭീഷ്മരും ദ്രോണരും മറ്റു പ്രമുഖരും. സർവേഷാം എല്ലാം, ച കൂടി, മഹീക്ഷിതാം മഹീപതി, ഉവാച പറഞ്ഞു, പാർത്ഥ അർജുനൻ, പശ്യേ നോക്കിക്കാണുക, ഏതാൻ ഇവരെ, സമവേദാൻ കൂടിയിരിക്കുന്നവർ, കുരൂൻ കൗരവർ, ഇതി ഇപ്രകാരം. ശ്ലോകാർത്ഥം: ഭീഷ്മദ്രോണാദി മഹീപതികളായ ഈ കൗരവന്മാരെ കണ്ടുകൊള്ളുക. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അല്ലയോ ഭരതവംശരാജാവേ, നിദ്രയെ ജയിച്ചവനായ അർജുനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ 2 സേനകളുടെയും ഇടയ്ക്കായി ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ എല്ലാ ക്ഷത്രിയന്മാരുടെയും മുമ്പിൽ അർജുനൻ്റെ ശ്രേഷ്ഠമായ രഥത്തെ കൊണ്ടുചെന്നു നിർത്തിയിട്ട്, അല്ലയോ അർജുന, യുദ്ധത്തിനണിനിരന്നു നിൽക്കുന്ന ഭീഷ്മരെയും ദ്രോണരെയും മറ്റു പ്രമുഖരെയും കണ്ടാലും എന്ന് പറഞ്ഞു. ഇതാര് പറഞ്ഞതാണ് കണ്ടാലുമെന്ന്? ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്. ശത്രുക്കളെ നോക്കിക്കാണാൻ കൊതിച്ച അർജുനന് ഭഗവാന്റെ നിർദ്ദേശം ലഭിക്കുന്നു. കണ്ടുകൊള്ളുക എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. ഇനി നമുക്ക് 26-ഉം 27-ഉം ശ്ലോകങ്ങൾ നോക്കാം. തത്രാപശ്യത് സ്ഥിതിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാത്യൻ പുത്രാൻ പൗത്രൻ സഖിംസ്തഥാ ശശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. അർത്ഥം നോക്കാം. തത്ര അർത്ഥം അവിടെ, അപശ്യത് കണ്ടിട്ട്. അപ്പം തത്രാപശ്യത് അവിടെ കണ്ടിട്ട്, സ്ഥിതിതാൻ നിർത്തിയിരിക്കുന്ന, പാർത്ഥഃ പാർത്ഥൻ, പിതൃൻ പിതാക്കൾ, അധ അതുകൂടാതെ, പിതാമഹൻ പിതാമഹൻ അതായത് ഗ്രാൻഡ് ഫാദർ, ആചാര്യൻ ആചാര്യന്മാർ, മാതുലാൻ മാതുലൻ അതായത് അമ്മയുടെ സഹോദരന്മാർ അമ്മാവന്മാർ, ഭ്രാത്യൻ സഹോദരൻ, പുത്രാൻ പുത്രന്മാർ, പൗത്രാൻ ഗ്രാൻഡ് സൺസ് അവരാണ് പൗത്രൻ, സഖീൻ സുഹൃത്തുക്കൾ, തഥാ അധികമായി, ശശ്വരാൻ അതായത് ഫാദർ ഇൻ ലോ അതാണ് ശശ്വരാൻ എന്ന് പറയുന്നത്, ഭാര്യയുടെ അച്ഛൻ. അപ്പോൾ പാണ്ഡവപക്ഷത്തുള്ള ധാരാളം ആളുകളുടെ ഭാര്യമാരുടെ അച്ഛന്മാർ യുദ്ധത്തിന് തയ്യാറായി വന്ന് നിൽക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സുഹൃദ സുഹൃത്തുക്കൾ, ച കൂടെ, ഏവ അതുകൂടാതെ,
സേനയോർ രണ്ടു സേനകൾ, ഉഭയോർ രണ്ടിലും, അപി അതുകൂടാതെ. ശ്ലോകാർത്ഥം നോക്കാം. അനന്തരം അർജുനൻ ആ യുദ്ധക്കളത്തിൽ രണ്ടു സേനകളിലുമായി അണിനിരന്നിരിക്കുന്ന ആരൊക്കെയാണ് കണ്ടത്? പിതാക്കന്മാർ, മുത്തച്ഛന്മാർ, ആചാര്യന്മാർ, അമ്മാവന്മാർ, സഹോദരന്മാർ, പുത്രന്മാർ, പൗത്രന്മാർ, അതുപോലെ ഭാര്യാപിതാക്കന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടു എന്നാണ് പറയുന്നത്. രണ്ടു സേനകളിലുമുണ്ട് ബന്ധുക്കൾ. തൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്ന ആളുകളും തങ്ങളുടെ ബന്ധുക്കളാണ്. എതിർപക്ഷത്ത് നിൽക്കുന്ന കൗരവരും തങ്ങളുടെ ബന്ധുക്കളാണ്. യുദ്ധത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സർവനാശമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവരെയൊക്കെ ആര് കാണുകയാണ്? അർജുനൻ കാണുകയാണ്. ഇവരെ കണ്ടിട്ട് അർജുനൻ എന്തു പറഞ്ഞു? അതിലെന്താണ് ഭഗവാൻ മറുപടി കൊടുക്കുന്നത് എന്നാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഭാഗങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി നമുക്ക് കുറേശ്ശെ ഓരോ ദിവസങ്ങളായി പഠിക്കാം. എല്ലാവർക്കും പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ടുണ്ടാകുന്ന ഗുണം നമുക്ക് തന്നെയാണ്. കാരണം ഭഗവാന്റെ കഥകൾ പറയുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തിയുടെ മറ്റൊരു തലം തന്നെയാണെന്ന് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് പറയുന്നത് പുണ്യമാണ്, കേൾക്കുന്നത് പുണ്യമാണ്, പറഞ്ഞു കൊടുക്കുന്നത് പുണ്യമാണ്, പ്രചരിപ്പിക്കുന്നത് പുണ്യമാണ്. അത് ഭക്തിയുടെ മറ്റൊരു തലം തന്നെയാണ്, അതും ഭക്തി തന്നെയാണെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഹരേ കൃഷ്ണ.